അപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെയൊക്കെ പോകുന്ന നല്ലൊരു അടിപൊളി സോയാബീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? തേങ്ങയൊക്കെ അരച്ച് നോക്കാം അല്ലേ? അപ്പോൾ വേഗം പോരെ, ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഈ കാണുന്ന സ്പൈസസ് ഒക്കെ അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 സബോള അരിഞ്ഞത് ഇടുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും അരിഞ്ഞിടാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. അത് നല്ലോണം ഇളക്കി ഏകദേശം സബോളയൊക്കെ ഒന്ന് വഴന്ന് വരാറാവുമ്പോൾ അതിനകത്തേക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കം ഇടുക. അത് ഏത് കളറായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇതിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ക്യാപ്സിക്കം ഒക്കെ ഇടാം കേട്ടോ. അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചേക്കുന്നത് ഇടുക. അത് നല്ലോണം ഇളക്കി കഴിയുമ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാല ഇടുക കേട്ടോ. ചിക്കൻ മസാലേനേക്കാൾ കൂടുതൽ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിരിക്കുന്ന മീറ്റ് മസാല ഇടുമ്പോഴാണ്. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുക. ഇനി നിങ്ങൾക്കത് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അതിനുശേഷം ആ തക്കാളി വേവാനുള്ള വെള്ളം ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തേങ്ങയും, ഇത് അണ്ടിപ്പരിപ്പാണ്, നമുക്ക് ഇതേപോലെ പൊടിയായിട്ട് അണ്ടിപ്പരിപ്പ് മേടിക്കാൻ കിട്ടും. അത് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് വേവാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം ഹാഫ് വേവായി കഴിയുമ്പോൾ സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏത് വലിപ്പമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ വലിപ്പത്തിലെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ തേങ്ങയും കാഷ്യും കൂടിയിട്ടുള്ളത്, അത് അതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ചാറൊക്കെ ആക്കി എടുക്കുക. ദോശയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ നല്ല ചാറ് വേണമല്ലോ. അപ്പോൾ അതുപോലെ ചാറാക്കി എടുത്ത് നല്ലോണം തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അങ്ങ് അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.